മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരും സന്ധിവാത രോഗികളെന്ന് വിശ്വസിച്ച് വരുന്ന ആൾക്കാരിൽ ഒരു 95% ആൾക്കാരും നമ്മൾ ഗഹനമായി നോക്കുമ്പോൾ വാദം ഇല്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തും. അവരുടെ വേദന മറ്റു പല കാരണങ്ങളായി. അപ്പോൾ ഡോക്ടർ, ഈ ആർത്രൈറ്റിസ് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അതിന് പെർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്? ഇപ്പോൾ ഈ RA ഫാക്ടർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സോ അത് ആണോ അതോ? ഏതാണ്ട് ഒരു 90-100 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട്. ഇൻഫാക്ട് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഓരോ ആർത്രൈറ്റിസിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ആർത്രൈറ്റിസിൻ്റെ രോഗി പറയുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് കയറി പോകാം. അങ്ങനെയാണ് നമ്മൾ ആർത്രൈറ്റിസിൻ്റെ ഡയഗ്നോസിലേക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ രോഗികൾ പറയുന്ന വേദന, ആ വേദനയുടെ രീതിയൊക്കെ കാണുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സംശയം തോന്നുമ്പോൾ നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ESR, CRP എന്നൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. റുമറ്റോയ്ഡ് ഫാക്ടർ, CCP. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അൾട്രാസൗണ്ട്, MRI പോലുള്ള ഇമേജിംഗ് ഒക്കെ ആവശ്യം വന്നേക്കാം. പക്ഷേ ബേസിക്കലി ആ രോഗിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ, എല്ലാ ജോയിൻറ്റ് പെയിൻസും ആർത്രൈറ്റിസ് ആവണം എന്നില്ല. സോ അത് നമുക്ക് തനിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് അതിന്? തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രൈറ്റിസിൻ്റെ നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സിംറ്റം പലപ്പോഴും ആർത്രൈറ്റിസ് ആവാറില്ല. ഞങ്ങൾ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ സന്ധിവാത രോഗികൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. പക്ഷെ അങ്ങനെ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരും സന്ധിവാത രോഗികളെന്ന് വിശ്വസിച്ച് വരുന്ന ആൾക്കാരിൽ ഒരു 95% ആൾക്കാരും നമ്മൾ ഗഹനമായി നോക്കുമ്പോൾ വാദം ഇല്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തും. അവരുടെ വേദന മറ്റു പല കാരണങ്ങളായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ്, ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെൻ്റ് ബേസിസ് തന്നെയാണ് ഡിഫറൻസിയേഷൻ വരുത്തേണ്ടത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ആൻഡ് ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ് ഡോക്ടർ? ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് കോമണസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം ആക്ച്വലി ഈ രണ്ട് ആർത്രൈറ്റിസിന് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പെയിൻ തന്നെയാണ്. പക്ഷേ ഈ പെയിൻ്റെ രീതി, അത് എഫക്റ്റ് ചെയ്യുന്ന ജോയിൻറ്റ്സ്, അതൊക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജോയിൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. ചെറുതും വലുതുമായ സന്ധികളെ നമ്മൾ സിമെട്രിക്കൽ എന്ന് പറയും, രണ്ട് കൈയിലും ഒരേപോലെ അസുഖം. ഒരു ചെറുതും വലുതായ സന്ധികൾ വേദന, നീർക്കെട്ടൊക്കെ ആയിട്ട് വരുന്ന അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഒന്ന് പല സന്ധികളിൽ വരും. രണ്ടാമതൊരു മെയിനായിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജോയിൻറ്റ്സിന് വരുന്ന പിടുത്തം, ജോയിൻറ്റ്സ് മടങ്ങി കിട്ടാൻ 1 മണിക്കൂർ 1 മണിക്കൂറോളം എടുക്കും. നല്ല റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തീവ്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ രോഗിക്ക് ജോയിൻ്റൊക്കെ ഒന്ന് മടങ്ങി കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. തേയ്മാനത്തിൻ്റെ കാതലായ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വേദന, അതായത് കൂടുതൽ ജോയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ വേദന കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ തേയ്മാനമുള്ള രോഗികളും കുറച്ചൊരു സ്റ്റിഫ്നെസ്, ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് പറയാം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്. ഈ ഒരു സ്റ്റിഫ്നെസ് നമ്മൾ ജെൽ ഫിനോമിൻ എന്ന് പറയും. ബേസിക്കലി നമ്മുടെ ജോയിൻ്റ് ഒന്ന് മൂവ് ചെയ്ത് കിട്ടാനുള്ള ഒരു എണ്ണയിട്ട് കിട്ടാനുള്ള ഒരു ഡിലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റുമറ്റോയ്ഡ് പോലെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നിൽക്കുന്ന പിന്നെ സാധാരണഗതിയിൽ തേയ്മാനം വളരെ പരിമിതമായ സന്ധികളെ എഫക്റ്റ് ചെയ്യുള്ളൂ. പല ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2-3 സന്ധികൾക്കുള്ളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് വളരെ അൺകോമൺ ആണ്.